എനിക്ക് രണ്ട് തരത്തിലുള്ള എൻക്വയറീസ് വരാറുണ്ട്. ഒന്ന്, കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യേണ്ടതാണെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണമെന്നും ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുമായിട്ട് കുറച്ച് ആളുകളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ വന്നതിന് ശേഷം കോൺടാക്ട് ചെയ്യുന്ന കുറച്ച് ആളുകളും. അപ്പോൾ ഇവരോടൊക്കെ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കോംപ്ലിക്കേഷൻസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ശരിയായ സമയത്ത് അവർ വേണ്ട രീതിയിൽ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിൽ തന്നെ എക്സസൈസ് പ്രോഗ്രാം ഒക്കെ കറക്റ്റായിട്ട് അഡ്വൈസ് കിട്ടിയിട്ട് പോലും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്ത ആളുകൾ നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ട ഒരാളാണോ എന്ന് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ എക്സസൈസ് ചെയ്യണമെന്നും എക്സസൈസ് ചെയ്താലേ റിക്കവറി വരുള്ളൂ എന്നും, പ്രത്യേകിച്ച് ACL റീകൺസ്ട്രക്ഷൻ സർജറി കഴിഞ്ഞതിന് ശേഷം സർജറി എന്നുള്ളത് ഒരു 50% മാത്രമാണെന്നും, ബാക്കി പൂർണ്ണമായിട്ടുള്ള റിക്കവറിലേക്ക് വരണമെങ്കിൽ കൃത്യമായി തന്നെ ഷെഡ്യൂൾ ചെയ്ത് എക്സസൈസ് ചെയ്ത് റിക്കവറിലേക്ക് വരണമെന്നും അറിയാമായിരുന്നിട്ടും നിങ്ങളിൽ പലരും ഇത് ശരിയായ രീതിയിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തിനു പറയുന്നു? എന്റെ ടീമിലേക്ക് ജോയിൻ ചെയ്തിട്ട് മിക്ക ആളുകളും മടി കാരണം കുറച്ച് കാലത്തേക്ക് എക്സസൈസ് ഒക്കെ നീട്ടി വെക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്നതാണ്, സർ ഞാൻ തിരക്കായിരുന്നു സർ, എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, സർജറി കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ഫേസിൽ നിങ്ങൾ തിരക്കായിരുന്നില്ലേ? നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നടക്കാനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റിയതിന് ശേഷമാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ തിരക്ക് വന്നു തുടങ്ങിയത്. അപ്പോഴും നിങ്ങൾ അവിടെ കോംപ്രമൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യം തന്നെയാണ്. എപ്പോഴാണോ നിങ്ങൾ ഇത് തിരിച്ചറിയുന്നത് അപ്പോൾ തൊട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെൽത്ത് എന്നുള്ളത് പ്രോപ്പറായ രീതിയിൽ റിക്കവർ ആകുക തന്നെ ചെയ്യും. ഇനി ഏറ്റവും കൂടുതൽ ചലഞ്ചസ് നേരിടുന്നത് കോംപ്ലിക്കേഷൻസ് വരുന്ന ആളുകളാണ്. ശരിയായ രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്തു, പെട്ടെന്ന് ഇടയിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അറിവില്ലായ്മ കൊണ്ട് ചെയ്തു, അതിനുശേഷം കോംപ്ലിക്കേഷൻസ് വന്നു. ഇവിടെ വീണ്ടും സ്വെല്ലിംഗ് ഉണ്ടാവും, മുട്ടിൽ ചെറിയ വേദന ഉണ്ടാവും, അപ്പോൾ സ്വാഭാവികമായിട്ടും മസിൽ വേസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ വീണ്ടും എക്സസൈസസ് റീസ്റ്റാർട്ട് ചെയ്യണമെന്നും ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന ചില എക്സസൈസസ് റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ പലർക്കും മടിയാണ്. നമുക്ക് എല്ലാവർക്കുമുള്ള മടിയാണ് റെപ്പറ്റേറ്റീവ് ആയിട്ടൊരു കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള മടി. അപ്പോൾ ഈ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ അതിലേക്ക് എഫേർട്ട് എടുത്തുകൊണ്ട് തീരുമാനം എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ റെഡിയാണെങ്കിൽ റിക്കവറി എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായി തന്നെ ലഭിക്കും. അതിന് 100% ഗ്യാരണ്ടി. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ തീരുമാനം മാത്രമാണ് നിങ്ങളെ റിക്കവറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ തീരുമാനം എടുക്കാനായിട്ട് ഇനിയെങ്കിലും നിങ്ങൾ തയ്യാറായാലും മാത്രമേ നിങ്ങൾക്ക് റിക്കവറി ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ റിക്കവറി ഒരു കാരണവശാലും നിങ്ങൾക്ക് ലഭിക്കില്ല.